പേടിയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലുള്ള പുന്നാർ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ളത് കാറ്റാടിക്കട ഉള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. ഈ വ്യൂ പോയിന്റിലുള്ള ഒരു ചായക്കടയാണ് ഓമൻ ചേച്ചിയുടെ ചായക്കട. ഓമൻ ചേച്ചിയുടെ ചായക്കടയിലെ സ്പെഷ്യൽ ഉള്ളത് ഇവിടുത്തെ ചുക്ക് കാപ്പിയാണ്. ഇതുവഴി പോകുന്നവരെല്ലാവരും തന്നെ ഈ ചായക്കടയിൽ കയറി ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു ചായയോ കുടിച്ചിട്ടാണ് പോവാറ്. ഞങ്ങളും ആ പതിവ് തെറ്റിച്ചില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കടയുടെ മുമ്പിൽ കാണുന്ന ഈ മരം, ഇത് മരമല്ല. ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് ഇത് കപ്പയാണെന്നാണ്. ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കിടന്ന കപ്പയൊക്കെ പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചറും ബാക്കിയുള്ളതും നോക്കുമ്പോൾ ഇത് കപ്പയായിട്ട് നമുക്ക് തോന്നില്ല. ചേച്ചി ഞങ്ങളോട് പറഞ്ഞത് തണൽ കപ്പ എന്നാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. നമുക്ക് ഇനി എന്നാൽ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം. നമ്മൾ കാറ്റാടിക്കട വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഷോപ്പിൽ. അവിടുത്തെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പുന്നാർ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ആ ബോർഡിനകത്ത് എഴുതിയേക്കുന്നത് പുന്നാർ എ, പുന്നാർ ബി എന്നാണ്. പുന്നാർ വാട്ടർഫാൾസ് എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ബിയിലോട്ട് ആദ്യം പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ എയിലേക്ക് പോകേണ്ട വഴി ഇതാണ്. എയിലേക്ക് പോകേണ്ട വഴി. അപ്പോൾ നമ്മൾ പുന്നാർ വെള്ളച്ചാട്ടത്തിന് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വെള്ളച്ചാട്ടത്തെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മൈലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഇത് ചെന്നെത്തുന്നത് പെരിയാർ റിവറിലുമാണ്. ഏകദേശം 1 മാസമായിട്ടുണ്ടാവും ഈ ഒരു വെള്ളച്ചാട്ടം ഫേമസ് ആയി തുടങ്ങിയിട്ട്. റീസെൻ്റ്ലി ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ശനിയും ഞായറും വരികയാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ എന്തായാലും അങ്ങനെ ഒരു ദിവസം നോക്കാണ്ട് അത്യാവശ്യം തിരക്കില്ലാത്ത ദിവസങ്ങൾ നോക്കി, അവധി ദിവസം അല്ലാത്ത ദിവസങ്ങൾ നോക്കി വരിക. കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചുകൊണ്ട് വരാൻ. ഞാനിപ്പോൾ ഒരു മാസ്ക് കൂടി വെച്ചിരിക്കുന്നത് സംസാരിച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാത്തതുകൊണ്ടാണ്. ഞാൻ മാസ്ക് എല്ലാ സമയങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഓരോ കോർണറിലും നമുക്ക് വഴിതെറ്റി പോകാണ്ടിരിക്കാനുള്ള കറക്റ്റ് വേ ഇവർ ആരോ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആരോ ചെയ്തിരിക്കുന്ന വഴികളല്ലാതെ മറ്റുള്ള വഴികൾ തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഡേഞ്ചറായിട്ടുള്ള വഴികളായിരിക്കും അതൊക്കെ. മൊത്തം തെന്നിക്കിടക്കുകയാണ്. നമ്മൾ പുന്നാർ ബി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി വെള്ളച്ചാട്ടം പറഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടം, വേറെ ലെവല്. നിങ്ങൾ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ കാറുകളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു 500 മീറ്റർ നടക്കാനുണ്ട്.
കാറുകാരൊക്കെയാണെങ്കിൽ. ബൈക്കാണെങ്കിൽ ഒരു 200 മീറ്ററിന് ഉള്ളിലോട്ട് പോകും. അത്യാവശ്യം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ആ 200 മീറ്റർ. അതിൻ്റെ താഴത്തോട്ട് വണ്ടി വെള്ളച്ചാട്ടം വരെ പോവില്ല, ഇച്ചിരി അത്യാവശ്യം പാടാണ് വണ്ടി ഇറങ്ങി പോകാനൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും 200 മീറ്റർ ഉള്ളിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കുറച്ച് കയറിപ്പോയി നോക്കാം. അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വഴിക്ക് ഒരു അടിപൊളി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റ്, നല്ല അടിപൊളി താഴ്ചയിൽ നല്ല ഉഗ്രനൊരു വ്യൂ, ലോവർ പെരിയാറൊക്കെ ആയിട്ട്. കണ്ടില്ലേ, ഇത്രയും നല്ലൊരു വ്യൂ ആണ്. അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാം. ക്യാമറയ്ക്ക് അത്ര എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഭയങ്കര താഴ്ചയാണ്. ഇവിടെ ഒട്ടും സേഫ് അല്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് പോവാം. എന്തായാലും ഇവിടെ ഒത്തിരി പേര് വന്ന് നിൽക്കുന്നു കഴിഞ്ഞാൽ പോലും നമുക്കിവിടെ നിൽക്കാനായിട്ട് പിടിക്കാനായിട്ട് ഒരു സ്ഥലം ഇവിടെ സെറ്റപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയേക്കാം. നല്ല അടിപൊളി സൗണ്ട് വരുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. ഞാൻ വെള്ളം ഇല്ലയെന്ന് പ്രതീക്ഷ വന്നത്, കാരണം മഴയൊന്നും ഇല്ലാത്ത കാരണം വെള്ളം ഉണ്ടാവുന്ന ഒരു സംശയമായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ നല്ല സൗണ്ട് വരുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ. നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എൻ്റെ മോനെ, ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വ്യൂ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വ്യൂ. ഇവിടെ നിന്നിട്ട് ഈ വിഷ്വലൊന്ന് ആസ്വദിച്ചിട്ട് നിങ്ങൾ എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി പോകുള്ളൂ. അമ്മാതിരി വിഷ്വൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും വെള്ളം ഇവിടെ ഉണ്ട്. ഈ മഴക്കാലാണ് ഇതിനേക്കാളും അടിപൊളിയാണെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് അത്യാവശ്യം വെള്ളം കിട്ടി, നല്ലൊരു വ്യൂ കിട്ടി. പിന്നെ ഇടുക്കിയിലെ ആതിരപ്പള്ളി എന്നാട്ടോ ഇതിനെ അറിയപ്പെടുന്നത്. ഞാൻ ഇട്ട പേരല്ല, ഇത് അത്യാവശ്യം ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ പറയുന്നത് ഇതിന് ഇടുക്കിയിലെ ആതിരപ്പള്ളി ആണ്. അതുപോലെ ഒരു ആതിരപ്പള്ളിയായിട്ട് സാമ്യമുള്ളതുകൊണ്ടാവാം അങ്ങനെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക.